വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കരമായിട്ട് ദേഷ്യവും ചില സമയം ആ ദേഷ്യമൊക്കെ മറ്റുള്ളവരോടൊക്കെ നമ്മൾ കാണിക്കാറുണ്ടല്ലേ. സോ ഇത് മിക്കപ്പോഴും ഒരു കാര്യത്തെ ബേസ് ചെയ്തായിരിക്കും മോസ്റ്റ്ലി ലേഡീസിന് തോന്നാറുള്ളത്. ഒന്ന്, നമ്മുടെ വീട് അലങ്കോലായി കിടക്കുന്ന കാണുമ്പം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിനിമലിസത്തെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ മിനിമലിസം എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്ന് അറിയാമോ? അതിൽ ഒന്നാമത്തെ കാര്യം, 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. സോ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ നാട്ടിലൊക്കെ വെക്കേഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ വീടൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് നമ്മൾ പോകും. അതല്ലെങ്കിൽ വേറെ ഏത് ട്രിപ്പോ എന്തെങ്കിലും ആയിക്കട്ടെ, നമ്മൾ എന്തിനാണ് ഈ ട്രിപ്പും അല്ലെങ്കിൽ ഒരു പുറത്തൊക്കെ നമ്മൾ പോകുന്നത്? ഒരു റീഫ്രഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി. ആ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ? നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഫാമിലിയോട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിരിക്കും. തിരിച്ച് വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വീട് മുഴുവൻ ഇങ്ങനെ ഭയങ്കര അലങ്കോലായിട്ട് അവിടെ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ കിടക്കുവാണ്. നമുക്ക് ഫ്ലോർ അടക്കം ഇങ്ങനെ ഇതായി കിടക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ പോലും പറ്റില്ല. നമ്മൾ അടുത്ത് ഈ പണിയിലേക്ക് ഇറങ്ങേണ്ടി വരുമല്ലേ. അപ്പം തന്നെ നമ്മുടെ മൂഡ് പോകും. അപ്പോൾ ആ പോയ ആ റീഫ്രഷായി വന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ പോകും. സോ അതുകൊണ്ടാണ് മിനിമലിസം എന്ന് പറയുന്നതിന് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ലേഡീസിൻ്റെ ലൈഫിലുണ്ട്. ലേഡീസല്ല, എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടേബിള്, മിക്ക വീട്ടിലും അങ്ങനെയാണ്, ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിൾ ഹാളിലുണ്ടാവും. ആ ടേബിൾ നിറയെ തിങ്സ് ആയിരിക്കും അല്ലേ. സോ ഇതൊക്കെ എവിടെയാണ് എടുത്തു വെച്ച് ഇതൊക്കെ ഇത്ര സാധനം നമ്മുടെ വീട്ടിലുണ്ടോയെന്ന് തന്നെ ഈ വീടൊക്കെ അലങ്കോലപ്പെട്ടിരിക്കുമ്പോഴേക്കും നമ്മൾ മനസ്സിലാവുന്നത്. നമ്മളെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പിന്നെ പൊതുവെ പറയേ വേണ്ട. അപ്പോൾ മിനിമലിസത്തിൽ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടൈം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കൂടുതൽ സാധനങ്ങൾ നമ്മളെ വീട്ടിൽ വാങ്ങിച്ച് പറക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഓർഗനൈസ് ചെയ്യാനും ഇതെവിടെയാണ് വെക്കേണ്ടതെന്നും അപ്പോൾ അത് ക്ലീൻ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ കുറേ സമയം നമ്മൾ മെനക്കെടണം. ആ സമയം നമുക്ക് വാല്യുബിളായിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ഉപയോഗിച്ചൂടെ? നമ്മൾ കുറച്ച് സാധനം നമ്മൾ വീട്ടിലുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഒന്നൊന്നിനും അതാത് സ്പേസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ളവരെയും കൂടെ പറഞ്ഞു കൊടുക്കുക, ഇന്ന സാധനം ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. കുറച്ച് ദിവസം അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ചെയ്തോളും. അപ്പോൾ ഒരുപാട് അലങ്കോലായി കിടക്കുമ്പം നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്, എവിടെയാണ് ഈ സാധനം ഇരുന്നതെന്നുള്ളത് അവർക്കും കൺഫ്യൂഷനാവും. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം, ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മുടെ വീട്ടിലുള്ളെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്കതൊരു 2-3 മിനിറ്റ് മതിയാവും നമ്മളതൊന്ന് എടുത്ത് അതാത് സ്ഥാനത്ത് തിരിച്ചു വയ്ക്കാനോ അറേഞ്ച് ചെയ്ത് വയ്ക്കാനോ ഉള്ളത്. അപ്പം ഈ ടേബിളിൻ്റെ കാര്യം എല്ലാവർക്കും തന്നെ ഒത്തിരി പേർക്ക് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. നിങ്ങളുടെ വീട്ടിലെ ടേബിളൊക്കെ നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് ഇത് നിറഞ്ഞ സാധനം ഇരിക്കുകയാണ്, അവിടെ ഇനി വേറെ ഒരു സാധനം വെക്കാൻ പറ്റില്ല. സോ ഇതുകൊണ്ടാണ് നമുക്ക് ടൈം സേവിങ് എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി സമയം കിട്ടും. കുറച്ച് സാധനം ഉള്ളെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും അത് ഒതുക്കി പറക്കി വെക്കാനൊക്കെ വളരെ കുറച്ച് സമയം മതി. ആ സമയം കൂടെ നമുക്ക് വാല്യുബിളായിട്ടുള്ള മറ്റൊരു കാര്യത്തിന് ഉപയോഗിച്ചാൽ എന്താ? ഒന്നെങ്കിൽ നമുക്ക് ജിമ്മിൽ പോകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് പഠിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാം. നമ്മൾ വാല്യുബിൾ ടൈം നമ്മൾ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാം. നല്ല കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാം. അങ്ങനെ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അല്ലേ. സോ ഇങ്ങനെ ഒരു ഗുണം ഈ മിനിമലിസത്തിനുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് മണി സേവ് ചെയ്യാൻ പറ്റുന്ന ഈ പൈസ. ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാൾ വാങ്ങിക്കുന്നതൊക്കെ കണ്ടിട്ട് ഈ സാധനം കൊള്ളാമല്ലോ, നമുക്കൊന്ന് മേടിച്ച് നോക്കാൻ തോന്നും. അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സെയിലിനൊക്കെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ചെരുപ്പുണ്ട്, എന്നാലും ഒന്നും കൂടെ ഒരു മോഡൽ കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. പക്ഷേ ഇതൊക്കെ ഒരു നിമിഷം നമ്മളെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് മിനിമലിസം നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അവെയർ ആവുമ്പോൾ തന്നെ, മിനിമലിസത്തെ പറ്റിയും അതിനെപ്പറ്റിയൊക്കെ അവെയർ ആവുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വെക്കാൻ ഒരു സ്പേസ് കണ്ടുപിടിക്കണം, ഇത് ഓർഗനൈസ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, ഇതൊക്കെ ക്ലീൻ ചെയ്യണം, അടുക്കി പറക്കി വെക്കണം, ഇനി വീട്ടിൽ സ്ഥലമില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സാധനങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു തോട്ട് നമ്മളതിൽ വരും. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ നിൽക്കുള്ളൂ. അനാവശ്യമായിട്ട് കണ്ണിൽ കണ്ടതൊക്കെ തിരഞ്ഞെടുക്കുന്ന ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അനാവശ്യമായിട്ട് സാധനം വാങ്ങിച്ചില്ലെങ്കിൽ അവിടെ പൈസ സേവ് ചെയ്യാനും പറ്റും. അത് വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് മാറ്റാനും പറ്റും. പിന്നെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ മണി സേവിങ് തന്നെയാണ് കേട്ടോ. അനാവശ്യമായി ഒരുപാട് പുതിയ ഐറ്റംസിലേക്ക് നമ്മൾ പൈസ കളയുന്നത്, അതാണ് പ്രാക്ടിക്കലി ഈ മിനിമലിസത്തിന് ഒരു ഗുണം മാത്രമല്ല, നിറയെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അൺനെസസറി ആയിട്ടുള്ള തിങ്സ് വാങ്ങിക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒഴിവാക്കും. നമ്മൾ എന്ത് ചെയ്യും?
ആവശ്യമുള്ള നമ്മുടെ വീട്ടിൽ എന്താണോ ആവശ്യം, എന്താണോ നമുക്ക് അത്യാവശ്യമായി വേണ്ടത്, അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സാധനങ്ങൾ മാത്രം നമ്മൾ പുറത്ത് പോകുമ്പോൾ വാങ്ങിക്കാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് മിനിമലിസത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയ രീതിക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ മിനിമലിസം എന്ന് പറയുന്നത് എല്ലാം കൂടെ നമ്മൾ കൊണ്ട് കളയാന്നുള്ളതല്ല. ഓരോ ദിവസവും നിങ്ങളുടെ ഓരോരോ കുട്ടി കുട്ടി സ്പേസ് എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് അനാവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലട്ടർ എടുത്തെടുത്ത് മാറ്റി കളയുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കളയുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ ആവശ്യമുള്ളവർ കൊടുക്കുകയോ മാറ്റി വെച്ചിട്ട് വേറെ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യുക കേട്ടോ. അപ്പം ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഒറ്റയടിക്ക് വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണമെന്നല്ല, കുറേശ്ശെ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ക്ലീനായിട്ട് വീടിരിക്കുന്നത്, പിന്നെ ഓർഗനൈസ് ആയിട്ട് വീടിരിക്കുന്നത്, പിന്നെ അതുകൂടാതെ നമുക്ക് ടൈം കിട്ടുന്നത്, ലെസ് എഫേർട്ട് ക്ലീനിങ്ങിന് എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളതങ്ങ് ഫോളോ ചെയ്ത് പോകും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.